ഒരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇന്ത്യയിലെ മിക്ക ആളുകൾക്കും 2 ലക്ഷം സാലറി ഉണ്ട് എന്ന് വിചാരിക്കാം. അവരുടെ എല്ലാവരുടെയും ചെലവ് 80,000 രൂപയിൽ താഴെ. അതായത് എല്ലാ മാസവും 1,20,000 മുകളിൽ മിച്ചം വരും. നല്ല കണക്കാണ് അല്ലേ? പക്ഷേ റിയാലിറ്റി അതല്ല. ആളുകൾ വ്യത്യസ്തരാണ്. ചിലർക്ക് 20% ബാക്കി വയ്ക്കാൻ സാധിക്കുന്നത്, ചിലർക്ക് ഒന്നും വയ്ക്കാൻ സാധിക്കില്ല. പക്ഷേ 2 ലക്ഷം വാങ്ങുന്ന ആൾ 80,000 കൊണ്ട് ജീവിക്കുന്നത് നമ്മൾ നോർമലായിട്ട് കാണാറുണ്ടോ? ഇല്ല. അത് മിക്ക സ്ഥലത്തും നടക്കുന്നില്ല. 30,000 വാങ്ങുന്ന ഒരാളുടെ ചിലവെന്ന് പറയുന്നത് 27,000 രൂപ അടുപ്പിച്ചായിരിക്കും, അതല്ലെങ്കിൽ 30,000 മുകളിലായിരിക്കും. ഇനി 80,000 വാങ്ങുന്ന ഒരാളുടെ ചിലവ് ഒരു 72,000 75,000 ഒക്കെ ആയിരിക്കും. ഇനി 2 ലക്ഷം വാങ്ങുന്ന ഒരാളുടെ ചിലവ് എടുത്ത് നോക്കിയാൽ അത് 1,80,000 അതിന് മുകളിലോ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പല ആളുകളും പല തരത്തിലുള്ള സാലറിയാണ് വാങ്ങിക്കുന്നത് എങ്കിൽ പോലും 3 പേരുടെയും അവസ്ഥ ഏകദേശം സെയിം ആയിരിക്കും. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? ആളുകൾ പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. കാരണം മിക്ക ആളുകൾക്കും ചെലവ് വരുമാനത്തിൻ്റെ കൃത്യമായിട്ട് തൊട്ട് താഴെ വന്നിരിക്കുകയാണെന്ന് കരുതുക. ഇത്രയും കൃത്യമായിട്ട് ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ അത് ഒരാളുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണോ അതോ ആ ഒരു മെക്കാനിസത്തിൻ്റെ പ്രശ്നമാണോ? ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ചെലവ് ഒരു ഫിക്സ്ഡ് നമ്പർ അല്ല, അത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ആ ചോദ്യം ഇതാണ്: എൻ്റെ ചുറ്റുമുള്ളവർ എങ്ങനെ ജീവിക്കുന്നു? അത്ഭുതപ്പെടേണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരല്ല. എപ്പോഴും ഒരു കൂട്ടത്തെ നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു കൂട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 30,000 വാങ്ങുന്ന സമയത്ത് നമ്മുടെ ആ കൂട്ടത്തിലുള്ള മിക്ക ആളുകൾക്കും സിമിലർ റേഞ്ചിൽ തന്നെ ആയിരിക്കും ശമ്പളം. 2 ലക്ഷം രൂപ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ആ കൂട്ടം തന്നെ കുറച്ച് കാലത്തിനകം മാറും. ഇവിടെയാണ് ഈ മെക്കാനിസം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വരുമാനം കൂടുമ്പോൾ നമ്മൾ പുതിയ ഒരു കൂട്ടത്തിലേക്ക് പതിയെ മാറും. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതോ അതല്ലെങ്കിൽ പഴയ ആളുകളെ വേണ്ട എന്ന് വെക്കുന്നതോ ഒന്നുമല്ല. ഇത് ഒരു നോർമൽ പ്രോഗ്രഷനാണ്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. പുതിയ കൂട്ടുകാരായിരിക്കാം, പുതിയ കൊളീഗ്സ് ആയിരിക്കാം, പുതിയ നെയ്ബേഴ്സ് ആയിരിക്കാം, പുതിയ സുഹൃത്തുക്കളായിരിക്കാം. അപ്പോൾ ആ ഒരു കൂട്ടത്തിൻ്റെ നിലവാരം, അതല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്, അതാണ് നമ്മുടെ പുതിയ നോർമൽ. അതായത് വരുമാനം കൂടുമ്പോൾ ആ മെഷറിംഗ് സ്കെയിലും മാറും. അപ്പോൾ ഇതുകൊണ്ടാണ് 2 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ഒരാൾക്ക് പോലും അവരുടെ ആവശ്യ ചെലവുകൾക്ക് വേണ്ടി മാത്രം 1,80,000 രൂപ ചെലവാകുന്നത്. അപ്പോൾ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ ഒന്നിനും പണം തികയുന്നില്ല എന്ന് പറയുന്നത് പൊങ്ങച്ചം പറയുന്നതൊന്നും അല്ല. അയാളുടെ കൂട്ടത്തിൽ അതാണ് നോർമൽ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചെലവുകളിൽ, ഓരോ മാസവും വരുന്ന ചെലവുകളിൽ ഭൂരിഭാഗവും നമ്മൾ ആ മാസം എടുക്കുന്ന തീരുമാനമല്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ ഹോം ലോൺ ആണെങ്കിലും, നമ്മുടെ കാറിൻ്റെ EMI ആണെങ്കിലും, കുട്ടികളുടെ സ്കൂൾ ഫീസ് ആണെങ്കിലും, ഇനി അതല്ല റെൻ്റ് ആണെങ്കിലും, ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിലും, ഇതെല്ലാം നമ്മൾ എപ്പോഴോ ഒരിക്കൽ തീരുമാനിച്ചതാണ്. അത് നമ്മൾ എല്ലാ മാസവും തീരുമാനിക്കുന്നില്ല. ആ ഒരൊറ്റ തവണത്തെ തീരുമാനത്തോടു കൂടി തന്നെ പിന്നെ അതെല്ലാ മാസവും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളൊരു ചോദ്യം, ഈ തീരുമാനങ്ങൾ നമ്മൾ എപ്പോഴാണ് എടുത്തത്? മിക്കവാറും സിറ്റുവേഷൻസിൽ നമ്മുടെ വരുമാനം കൂടുന്ന സമയത്തായിരിക്കും നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നത്. പല EMIകളും നമ്മുടെ ലൈഫിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോഴോ ശമ്പളം വർദ്ധിച്ചപ്പോഴോ ആയിരിക്കാം നമ്മൾ ഒരു ബെറ്റർ വീട്ടിലേക്ക് നമ്മൾ റെന്റിന് മാറിയത്. സാലറി നല്ല പോലെ കൂടിയപ്പോഴായിരിക്കാം നമ്മളൊരു കാറ് വാങ്ങിക്കുന്നതിനെ പറ്റി തീരുമാനിച്ചത്. ആ ഒരു EMI നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഓരോ തരത്തിലുള്ള ലൈഫിലെ ഇൻക്രിമെൻറ്റിലും നമ്മൾ പുതിയതായിട്ട് ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു EMI അതിഥിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇതാണ് മിക്കപ്പോഴും ഏറ്റവും വലിയ കുഴപ്പമായിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ആ കിട്ടിയ ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ സാലറി വർധനവോ ഒന്നും അത്ര ഗ്യാരണ്ടി ഉള്ളതായിരിക്കില്ല. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടേക്കാം, ഇൻഡസ്ട്രി മാറിയേക്കാം, നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചേക്കാം. പക്ഷേ നമ്മൾ അന്ന് തീരുമാനിച്ചെടുത്ത ആ EMI അത് വർഷങ്ങളിലേക്കുള്ളതാണ്, അത് മാറാൻ പോകുന്നില്ല. അപ്പോൾ ഉറപ്പില്ലാത്ത വരുമാനം കൊണ്ട് ഉറപ്പുള്ള ചെലവ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെ വരുന്ന പ്രശ്നം. അതാണ് നമ്മളിൽ മിക്ക ആളുകളും ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇതങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേൾക്കാറില്ല. നമ്മളുടെ വരുമാനം കൂടിയത് നമ്മൾ മാത്രമല്ല അറിയുന്നത്, നമ്മുടെ ബാങ്കിനറിയാം. അതുകൊണ്ടാണ് പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ മെസ്സേജസ് നമുക്ക് വരുന്നത്. നമ്മുടെ കുടുംബത്തിനറിയാം. അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും പ്രതീക്ഷയും കൂടും. പിന്നീട് ആർക്കറിയാം? നമ്മുടെ സമൂഹത്തിനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണത്തിനും വീടിനും ഒക്കെ അവർ ഒരു നിലവാരം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പറഞ്ഞു വരുന്നത്, ഇവിടെ ആരും വില്ലന്മാരൊന്നുമല്ല. ഓരോ ആവശ്യവും ജെന്യുവിനാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. കാരണം വില്ലന്മാരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും ഫൈറ്റ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ എനിക്കറിയാം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും നമ്മൾക്ക് ഒരു ഇൻക്രിമെൻറ്റ് കിട്ടാൻ പോകുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ അത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് പല അവകാശികളെയും നമ്മൾ വീട്ടിലേക്ക് വരുത്തിയിട്ടുണ്ടാവും.
ഇനിയാണ് ഞാൻ ഈ വീഡിയോയുടെ ഒരു പ്രധാന ഭാഗത്തേക്ക് കയറാൻ പോകുന്നത്. നമ്മുടെ സാലറി എന്ന് പറയുന്നത് നമ്മുടെ സമയത്തിൻ്റെ വിലയാണ്. നമ്മുടെ സമയം പലപ്പോഴും ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറി കിട്ടാൻ ഒരു പരിധിയുണ്ട്. അതിന് മുകളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ സ്കില്ല് നല്ലപോലെ വർദ്ധിപ്പിക്കണം. ആ സമയത്തും നമ്മൾ നമ്മുടെ ഈ സമയം കൊടുത്ത് തന്നെയാണ് ഈ പണം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ എത്താൻ പറ്റുന്ന എത്ര വലിയൊരു ഉയരത്തിൽ നമ്മൾ എത്തിയാലും ദിവസം 24 മണിക്കൂർ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആ ഒരു കളിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമുക്ക് വേഗത്തിൽ ഓടാമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വിജയിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് ഓണർഷിപ്പ്. ഒരു കമ്പനിയുടെ ഒരു ചെറിയ ഭാഗം നമ്മൾ സ്വന്തമാക്കുക. അപ്പോൾ ആ കമ്പനി ലാഭം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മുടേതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മൾ ജോലി ചെയ്യാത്തപ്പോഴും എല്ലാം നമുക്ക് ആ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ പ്രാക്ടിക്കലായിട്ടൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ഓണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അത്ര വലിയ ചിലവോ ബുദ്ധിമുട്ടോ ഇല്ല. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നമ്മൾ ബ്രോക്കറേജ് കൊടുത്ത് ഒരു അക്കൗണ്ടിന് കൊടുക്കുന്ന ഒരു ചാർജും കൊടുത്ത് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അതേപോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന പല പ്ലാറ്റ്ഫോംസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും ഞാനൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താം. ശൂന്യ എന്ന് പറയുന്നത് ഫിൻവാസിയയുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവരൊരു സെബി രജിസ്റ്റേർഡ് ബ്രോക്കറാണ്. NSE BSE MCX മെമ്പറാണ്. അവരുടെ പ്രൈസിങ് ഞാനൊന്ന് പറയാം. ഇക്വിറ്റി ഡെലിവറിക്കും മ്യൂച്വൽ ഫണ്ടിനും ബ്രോക്കറേജ് 0 ആണ്. അതായത് ലോങ് ടേമിന് വേണ്ടി ഒരു കമ്പനിയുടെ ഭാഗമാവാൻ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നില്ല എന്നർത്ഥം. ഇനി ഇൻട്രാഡേയ്ക്കും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനും ഒരു ഓർഡറിന് 5 രൂപ വെച്ചാണ്. ഞാനിത് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാര്യം തന്നെയാണ്. നമ്മുടെ പണമൊക്കെ പല വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഓണർഷിപ്പ്, അതല്ലെങ്കിൽ നമുക്ക് ആ ഓണറാകാൻ ശ്രമിക്കുന്ന വഴിയിലും ചിലവ് ഉണ്ടായേക്കാം. അങ്ങനെ ഒരു വലിയ ചിലവ് ഇവിടെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഈ ആപ്പിൽ തന്നെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടും ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഓർഡേഴ്സ് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ടും ചെയ്യാം. ഇക്വിറ്റി, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, കൊമോഡിറ്റീസ്, കറൻസീസ്, ETF, മ്യൂച്വൽ ഫണ്ട് എല്ലാം ഈ ആപ്പിൽ തന്നെ അവൈലബിളും ആണ്. നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തപ്പി നടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു റിവ്യൂ ഒന്നും പറയുന്നില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1, ഇൻക്രിമെന്റിന്റെ ഒരു ഭാഗം കാണാതാക്കുക. അതായത് അടുത്ത അപ്രൈസൽ അത് 10,000 രൂപ കൂടിയാൽ അതിൽ ഒരു 5,000 രൂപ അക്കൗണ്ടിൽ കാണരുത്. സാലറി വരുന്ന ദിവസം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് മാറ്റുക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 രൂപ നമ്മൾ കണ്ടാൽ അതിന് വേണ്ടിയിട്ടുള്ള അത് ചെലവാക്കാനുള്ള ഉപാധികൾ നമ്മൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ബാക്കി 5,000 രൂപ കൊണ്ട് നിങ്ങളുടെ ജീവിത നിലവാരം ബെറ്ററാക്കുക. അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന 5,000 രൂപ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ആ ഓണർഷിപ്പും കൂടും. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, പുതിയ EMIയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കാം. എൻ്റെ ഈ വരുമാന വർധനവ് ഈ EMIയുടെ കാലയളവ് മുഴുവൻ ഉറപ്പായിട്ടും ഉണ്ടാകുമോ? ഉത്തരം അല്ല എന്നാണ് എങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് ഒഴിവാക്കുക. ഇനി മൂന്നാമത്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ബോധപൂർവം തിരഞ്ഞെടുക്കുക. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്. പലപ്പോഴും നമ്മുടെ ചിലവ് നിശ്ചയിക്കുന്നത് ചുറ്റുമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സാധനത്തിനെയും നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിനെയും ഒക്കെ വെച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് അളക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു സർക്കിളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിൽ വളരെ റിച്ച് ആയിട്ട് ജീവിക്കുന്ന ഒരാൾ, ചിലപ്പോൾ അയാൾ എത്രയാണ് സമ്പാദിക്കുന്നത് എന്ന് നമുക്കറിയാമായിരിക്കാം, പക്ഷേ അയാൾക്ക് എത്ര ലോൺ ഉണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ കാണുന്നത് പുറമേയുള്ള ലോകം മാത്രമാണ്. ഇനി നാലാമത്, എല്ലാ മാസവും ഒരു ചോദ്യം ചോദിക്കുക. ഈ മാസം ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതല്ലെങ്കിൽ ഓണർഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപ ചെലവാക്കി, എത്ര സമ്പാദിച്ചു എന്നല്ല, എത്ര രൂപ സ്വന്തമാക്കിയെന്ന്. ഈ ഒരൊറ്റ ചോദ്യം സ്ഥിരമായിട്ട് ചോദിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മുടെ ജീവിതം കുറച്ചൊക്കെ മാറി തുടങ്ങും. അപ്പോൾ നമ്മുടെ തുടക്കത്തെ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് 2 ലക്ഷം രൂപ വാങ്ങുന്നവർക്കും 30,000 രൂപ വാങ്ങുന്നവർക്കും ഒരേ അവസ്ഥയിലേക്ക് വന്നെത്തുന്നത്? കാരണം നമുക്ക് മനസ്സിലായി, ഇവർ രണ്ടുപേരും കളിക്കുന്ന ഗെയിം ഒന്ന് തന്നെയാണ്. സമയം കൊടുത്ത് പണം വാങ്ങിക്കുന്ന ആ ഒരു ഗെയിം. ആ കളിയിൽ ചെലവ് എപ്പോഴും വരുമാനത്തിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സൈക്കോളജിയും ഈ സിസ്റ്റങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗെയിം നമുക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓണർഷിപ്പ് ഗെയിമും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അടുത്ത മാസത്തെ സാലറി തന്നെ ഈ തീരുമാനം എടുക്കുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേ അല്ല. ഏത് ഷെയർ വാങ്ങിക്കണം, എത്ര റിട്ടേൺസ്, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ന് പറഞ്ഞത് ഒരു തിയറിയാണ്, നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു തിയറി. കാരണം നമ്മൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ എത്ര ഓടിയാലും നമ്മൾ എത്താൻ പോകുന്നത് ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി ഇന്ന് ശൂന്യ വഴി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലിങ്ക്
ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോം തപ്പി നടക്കുകയാണ് എങ്കിൽ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.